സ്വാഗതം. ഇന്ന് അർജന്റീന സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് സെമിഫൈനലിലെത്തി. യഥാർത്ഥത്തിൽ ആ കളിയിൽ വലിയൊരു വഴിത്തിരിവുണ്ടായിരുന്നു. അത് 72ാമത്തെ മിനിറ്റിൽ ബ്രീൽ എംബോളയ്ക്ക് കിട്ടിയ സ്വിറ്റ്സർലൻഡിൻ്റെ ബ്രീൽ എംബോളയ്ക്ക് കിട്ടിയ ചുവപ്പ് കാർഡിൽ തുടങ്ങുന്നു. അതുവരെ ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന അർജന്റീനയ്ക്കെതിരെ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ പ്രസ് ചെയ്ത് കളിച്ച സ്വിറ്റ്സർലൻഡ് നിരന്തരമായ പ്രസ്സിങ്ങിനൊടുവിൽ 67ാമത്തെ മിനിറ്റിൽ എൻഡോയയിലൂടെ ഗോളടിച്ചു. തുടർന്നും അതിഗംഭീരമായി സ്വിറ്റ്സർലൻഡായിരുന്നു ആ സമയത്തൊക്കെ കളിയിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. ആ ഘട്ടത്തിലാണ് കളിക്ക് വിരുദ്ധമായി ചുവപ്പ് കാർഡ് വന്നത് എംബോളയ്ക്ക്. യഥാർത്ഥത്തിൽ ആദ്യം പെരഡേസിനെതിരെ എംബോളയെ ഫൗൾ ചെയ്തു എന്ന കാരണത്തിന് അർജന്റീനയുടെ പെരഡേസിനെതിരെയായിരുന്നു റഫറി മഞ്ഞക്കാർഡ് കാണിച്ചത്. പക്ഷേ എന്നാൽ പിന്നീട് പെരഡേസ് ഉൾപ്പെടെയുള്ള അർജന്റീന താരങ്ങൾ വാദിക്കുകയും അത് വാർ ചെക്കിലേക്ക് പോവുകയും ചെയ്തു. വാർ ചെക്കിൽ നിന്നാണ് അത് പെരഡേസിൻ്റെ ഫൗൾ ആയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ എംബോളോ ഡൈവ് ചെയ്തിരുന്നു. പെരഡേസിൻ്റെ കാലിൽ തട്ടുന്നതിന് മുമ്പ് തന്നെ എംബോളോയുടെ കാൽ തട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ എംബോളോ ഡൈവ് ചെയ്തിരുന്നു എന്ന ഇത് തിരിച്ചറിഞ്ഞ വാർ ചെക്കിങ്ങിലൂടെ തിരിച്ചറിഞ്ഞ റഫറി എംബോളോയ്ക്ക് പെരഡേസിൻ്റെ മഞ്ഞക്കാർഡ് പിൻവലിച്ച് എംബോളോയ്ക്ക് മഞ്ഞക്കാർഡ് കൊടുക്കുകയായിരുന്നു. അഭിനയിച്ചതിന് എന്ന നിലയിലാണ് എംബോളോയ്ക്ക് മഞ്ഞക്കാർഡ് കിട്ടിയത്. നേരത്തെ തന്നെ ഒരു മഞ്ഞക്കാർഡ് കിട്ടിയിരുന്ന എംബോളോയ്ക്ക് വീണ്ടും മഞ്ഞക്കാർഡ് കിട്ടിയതോടെ അത് ചുവപ്പ് കാർഡായി മാറുകയായിരുന്നു. എംബോളോ വളരെ വേദനയോടെയാണ് കളം വിട്ടത്, കരഞ്ഞുകൊണ്ടാണ് അയാൾ കളം വിട്ടത്. പക്ഷെ ആ ചുവപ്പ് കാർഡ് നിലനിന്നു. അവിടുന്ന് അങ്ങോട്ട് സ്വിറ്റ്സർലൻഡ് 10 പേരിലേക്ക് ചുരുങ്ങി. ആ ഘട്ടം വരെ രണ്ടാം പകുതിയിൽ നിരന്തരം ആക്രമണം നടത്തുകയും പന്ത് കയ്യിൽ വെച്ച് കളിക്കുകയും ചെയ്തിരുന്ന സ്വിറ്റ്സർലൻഡ് തീർച്ചയായിട്ടും ആധിപത്യം സ്വിറ്റ്സർലൻഡിന് തന്നെയായിരുന്നു. അർജന്റീന വളരെ മോശമായിട്ടാണ് ആ ഘട്ടത്തിലൊക്കെ കളിച്ചിരുന്നത്. എന്തായാലും ആ ഘട്ടത്തിൽ വന്ന ചുവപ്പ് കാർഡാണ് യഥാർത്ഥത്തിൽ കളി തിരിച്ചത്. 10 പേരിലേക്ക് ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡിന് പിന്നീട് പ്രതിരോധമല്ലാതെ മറ്റൊരു മാർഗമില്ലാതായി. ഇതോടെ അർജന്റീന നിരന്തരം പെനാൾട്ടി ബോക്സിലേക്ക് അർജന്റീനയെ കയറ്റാതെയായി. സ്വിറ്റ്സർലൻഡ് പ്രതിരോധ കോട്ട മതിൽ കെട്ടി അവിടെ കാത്തുനിന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അവർ കളി എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ എക്സ്ട്രാ ടൈമിൻ്റെ രണ്ടാം പകുതിയിൽ, ആദ്യ പകുതിയിലും അവർ പിടിച്ചു നിന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഹൂലിയൻ അൽവാരസിൻ്റെ അതിഗംഭീരമായ ഒരു ഗോളിലൂടെ അർജന്റീന രണ്ടാമത്തെ ഗോൾ നേടി. പിന്നീട് ഒരു കൗണ്ടർ അറ്റാക്കിൽ ലൗതാരോ മാർട്ടിനസ് മൂന്നാമത്തെ ഗോളും നേടി. എന്തായാലും സ്വിറ്റ്സർലൻഡ് ഈ മത്സരത്തിൽ വീരോചിതമായാണ് പോരാടിയത്. പല ഘട്ടത്തിലും അർജന്റീനയെ അവർ വെള്ളം കുടിപ്പിച്ചു. യഥാർത്ഥത്തിൽ 10 പേരായി ചുരുങ്ങിയതിന് ശേഷവും അർജന്റീനയെ അവർ വെള്ളം കുടിപ്പിച്ചു. പ്രതിരോധ കോട്ട കെട്ടി. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിലൊന്നും അനങ്ങാൻ വിട്ടില്ല. പെനാൾട്ടി ബോക്സിനകത്തേക്ക് കയറ്റിയില്ല അർജന്റീന കളിക്കാരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സ്വിറ്റ്സർലൻഡ് ആ പ്രതിരോധ കോട്ട കെട്ടിയെങ്കിലും പിന്നീട് അവസാന നിമിഷങ്ങളിൽ അർജന്റീന അത് പൊളിച്ചു. അങ്ങനെ അർജന്റീന ജയിച്ച് സെമിഫൈനലിൽ കടക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം 72ാമത്തെ മിനിറ്റാണ് കളിയിലെ എന്നതിൽ തർക്കമില്ല. അവിടുന്ന് അങ്ങോട്ടാണ് കളി സ്വിറ്റ്സർലൻഡിന് ആക്രമണത്തിലേക്ക് തിരിയാൻ പറ്റാതിരിക്കുകയും പ്രതിരോധം തീർക്കേണ്ടി വരികയും ചെയ്തത്.